നമസ്കാരം. 10ാം ക്ലാസ്സിലെ ജീവൻ പിന്നിട്ട പാതകൾ ബയോളജിയിലെ ഈ അധ്യായത്തിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജീവന്റെ പരിണാമപാത. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ജീവൻ ഉദ്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിലെത്തിയതാകാം എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം പാൻസ്പെർമിയ. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന സിദ്ധാന്തം രാസപരിണാമ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ AIO പാരിൻ, JBS ഹാൽഡെയ്ൻ. ആദിമ ഭൂമിയിലെ സമുദ്രജലത്തിൽ കോടിക്കണക്കിനു വർഷങ്ങൾ നീണ്ടുനിന്ന രാസപരിണാമ പ്രവർത്തനങ്ങളുടെ ഫലമായി ജൈവ സംയുക്തങ്ങൾ രൂപപ്പെട്ടു എന്ന് ലബോറട്ടറി പരീക്ഷണം വഴി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് സ്റ്റാൻലി മില്ലർ, ഹറോൾഡ് യുറേ. ഭൂമിയിൽ ഏകദേശം എത്ര വർഷങ്ങൾക്കു മുൻപ് ജീവൻ ഉദ്ഭവിച്ചു എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം? 3800 ദശലക്ഷം വർഷം. ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളായ സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഗാലപ്പഗോസ് ദ്വീപുകളിലേക്ക് ചാൾസ് ഡാർവിൻ യാത്ര നടത്തിയ കപ്പലിൻ്റെ പേരാണ് HMS ബീഗിൾ. പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവവർഗ ഉൽപ്പത്തി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചാൾസ് ഡാർവിൻ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. ജനിതകശാസ്ത്രം, കോശവിജ്ഞാനീയം, ഭൗമശാസ്ത്രം, ഫോസിൽ പഠനം എന്നീ മേഖലകളിലെ കണ്ടെത്തലുകൾ കൂട്ടിച്ചേർത്ത് ഡാർവിൻ്റെ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച രൂപത്തിനു പറയുന്ന പേര് നിയോ ഡാർവിനിസം. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങൾക്കു പറയുന്ന പേര് ഉൽപരിവർത്തനം. ജീനുകൾക്കുണ്ടാകുന്ന ആകസ്മിക വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഉൽപരിവർത്തന സിദ്ധാന്തം. ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡി വ്രീസ്. ഒരു സ്പീഷീസ് കാലക്രമത്തിൽ പരിണമിച്ച് രണ്ടോ അതിലധികമോ സ്പീഷീസുകളുമായി വേർതിരിയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് സ്പീസിയേഷൻ. ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മങ്ങളുമുള്ള അവയവങ്ങൾക്ക് പറയുന്ന പേര് അനുരൂപ അവയവങ്ങൾ. മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഗിബ്ബൺ, കുരങ്ങുകൾ എന്നീ ജീവികൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏതു വിഭാഗത്തിലാണ്? ആന്ത്രോപോയിഡിയ. ആന്ത്രോപോയിഡിയ പിന്നീട് ഏതൊക്കെ വിഭാഗങ്ങളായിട്ടാണ് വേർതിരിഞ്ഞിരിക്കുന്നത്? സെർകോപിത്തിക്കോയിഡെ, ഹൊമിനോയിഡിയേ. ആന്ത്രോപോയിഡിയ വിഭാഗം രണ്ടായി വേർതിരിഞ്ഞപ്പോൾ ചെറിയ മസ്തിഷ്കവും നീളമുള്ള വാലുകളും ഉള്ളവയെ ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെർകോപിത്തിക്കോയിഡെ. ആന്ത്രോപോയിഡിയയിൽ നിന്നു വേർതിരിഞ്ഞ് വികസിച്ച മസ്തിഷ്കവും സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകളും ഉള്ള വിഭാഗത്തിന് പറയുന്ന പേര് ഹൊമിനോയിഡെ. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതന അംഗം ആർഡിപിത്തക്കസ് റാമിഡസ്. ആധുനിക മനുഷ്യനായ ഹോമോ സോപ്പിയൻസിൻ്റെ ആദ്യ ഫോസിലുകൾ എവിടെ നിന്നാണ് ലഭിച്ചത്? ഫ്രാൻസ്. ആധുനിക മനുഷ്യന് ഏറ്റവും സാമ്യമുള്ള പൂർവികൻ ഹോമോ നിയാൻഡർതാലൻസിസ്. ഇതുവരെ ലഭ്യമായ തെളിവുകൾ പ്രകാരം ഹോമോ സാപ്പിയൻസ് എവിടെയാണ് ഉത്ഭവിച്ചത്? ആഫ്രിക്ക. ആധുനിക മനുഷ്യൻ്റെ ജീനോം എവിടെയാണ് ഉടലെടുത്തത്? ആഫ്രിക്ക. കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും നിവർന്നു നിൽക്കാനുള്ള കഴിവും ഉള്ള മനുഷ്യൻ്റെ പൂർവികർ ഹോമോ ഇറക്ടസ്. പക്ഷിമൃഗാദികളുടെ ചർമ്മം സ്റ്റഫ് ചെയ്തു സൂക്ഷിക്കുന്ന വിദ്യയ്ക്ക് പറയുന്ന പേര് ടാക്സിഡെർമി. ഏതു കുടുംബത്തിൽപ്പെട്ട ജീനസാണ് ഹോമോ? ഹോമിനിഡ്. ആധുനിക മനുഷ്യർക്ക് നിയാൻഡർതാലുകൾക്കും
ഡെനിസോവന്മാർക്കും ഉള്ള പൊതുപൂർവികർ. ഹോമോ ഹൈഡൽബർജൻസിസ്. ഹോമോ ലോംഗി എന്ന മനുഷ്യവർഗത്തിൻ്റെ വിളിപ്പേര് ഡ്രാഗൺ മാൻ. ഇരുകാലുകളിൽ നടക്കാനുള്ള ശേഷി വികസിച്ചു വന്ന ആദ്യകാല പൂർവികർ ആരാണ്? സഹെലാന്ത്രോപസ് ചാഡൻസിസ്. പ്രകൃതി നിർധാരണത്തെയും മ്യൂട്ടേഷൻ സിദ്ധാന്തത്തെയും മെൻഡേലിയൻ പാരമ്പര്യശാസ്ത്രത്തെയും ഒരുമിപ്പിച്ച് ജീവശാസ്ത്ര രംഗത്ത് ഒന്നാകെ പ്രയോഗിക്കാൻ യോഗ്യമാക്കിയ ആശയം ആധുനിക പരിണാമ സംശ്ലേഷണം. പരിണാമത്തിൻ്റെ വെളിച്ചത്തിലല്ലാതെ ജീവശാസ്ത്രത്തിൽ ഒന്നിനും അർത്ഥമില്ല. ഈ വാചകം ആരുടേതാണ്? തിയോഡോഷ്യസ് ഡോബ്ഷാൻസ്കി. ജീവസമൂഹങ്ങൾ തമ്മിലും സ്പീഷീസുകൾ തമ്മിലുമുള്ള ജീൻ കൈമാറ്റത്തിന് പറയുന്ന പേര് ജീൻ ഫ്ലോ അഥവാ ജീൻ ഒഴുക്ക്. ജനിതക വൈവിധ്യത്തിന് കാരണമാകുന്നത് കൂടാതെ തന്മാത്രാ തലത്തിൽ പല മ്യൂട്ടേഷനുകൾ ഉണ്ടാവാൻ വ്യത്യസ്തമായ സാധ്യത ആണെങ്കിൽ മ്യൂട്ടേഷൻ നിരക്ക് തന്നെ പരിണാമത്തെ സ്വാധീനിക്കാം. ഇതിനു പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ അസന്തുലനം.